മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു കേരളം ഒന്നാകെ. അദ്ദേഹം മറുപടി പറയേണ്ട, നിലപാട് വ്യക്തമാക്കേണ്ട ഒരുപിടി സംഭവങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രൂപപ്പെട്ടിരുന്നു. അവയെല്ലാം വിവാദങ്ങളുമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സതീശനുമായി അടുപ്പമുള്ള 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MDMA-യുമായി പിടിയിലായത്. കേരളമാകെ അഞ്ഞടിക്കുന്ന തൂഫാൻ ഓപ്പറേഷനിലാണ് പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഹുസൈൻ കാസർഗോഡ് വെച്ച് പിടിയിലാകുന്നത്. പ്രതികൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പഴയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വാർത്തയുടെ സ്വഭാവം മാറി. സ്വാഭാവികമായും ഇത് വലിയ ചർച്ചയാകും. കേരളം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് പിടിയിലായ ആൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോഓർഡിനേറ്ററാണെന്ന് കൂടി വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ പതിവ് പോലെ വിമർശനവുമായി വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടമെന്നാണ് CPM ആരോപിച്ചത്. സോഷ്യൽ മീഡിയകളിൽ സതീശനെതിരെ സഖാക്കളുടെ ആക്രമണം പതിവ് പോലെ നടന്നു. ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ കുരുക്കിയിടാനുള്ള സാധ്യത തേടി. അത്തരത്തിൽ തുടർച്ചയായ വാർത്തകളും കൊടുത്തു. മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ചു. എന്താണ് ചില മാധ്യമങ്ങൾ മെനഞ്ഞെടുക്കാൻ ശ്രമിച്ചതെന്നറിയില്ല. മുഖ്യമന്ത്രി കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നാണോ? ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയോ ഭരണകർത്താക്കളുടെയോ ഒപ്പമുള്ള ചിത്രങ്ങൾ പ്രചരിക്കുന്നത് ഇതാദ്യ സംഭവമൊന്നുമല്ല. ആ രീതിയിൽ കാണേണ്ട വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിൽ കിട്ടുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച് വ്യക്തത തേടുകയും ചെയ്യാം. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദമായി തന്നെ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായ 2 പേരെയും അറിയാമെന്നും നവകേരള സദസ് യാത്രയ്ക്കിടെ പോലീസ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടന്നപ്പോഴാണ് മുഹമ്മദ് ഹുസൈനുമായി ആദ്യമായി സംസാരിക്കുന്നതും പിന്നീട് വാക്കുകൊടുത്തതിൻ്റെ പേരിൽ വീട്ടിൽ പോയി കണ്ടതും ഫോട്ടോ എടുത്തതും പിന്നീടും 2-3 തവണ തന്നെ വന്ന് ഈ ഹുസൈൻ കണ്ടിട്ടുള്ളതുമെല്ലാം മുഖ്യമന്ത്രി തുറന്നു പറയുന്നുണ്ട്. സമരത്തിൽ പരിക്കേറ്റ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഹുസൈനെ ചേർത്തു പിടിച്ചത്. എന്നാൽ അന്ന് ഇയാൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉള്ളതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ പാർട്ടിക്കോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു, തനിക്കും അറിയില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ ഹുസൈൻ ഇല്ലെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് സതീശൻ. രണ്ടാമത്തെ വിഷയം, മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്നുമൊക്കെ ആരോപിക്കുന്ന ഒരു വാർത്തയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ തങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന വാർത്തകൾ മെറ്റയ്ക്ക് പരാതി നൽകി സതീശൻ പിൻവലിപ്പിക്കുന്നു എന്നൊരു പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ നടത്തി വരികയായിരുന്നു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊക്കെയാണ് ഈ ചാനൽ കാർഡ് അടിച്ചിറക്കി പ്രചരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടത്തിയോ എന്ന് ഉറപ്പിക്കാതെ വെറുതെ ഒരു വിമർശനം അങ്ങ് അടിച്ചു വിടുകയായിരുന്നു ചാനൽ. പ്രത്യേകിച്ച് തങ്ങൾക്കെതിരായ മെസ്സി വിവാദം കത്തി നിൽക്കുന്ന സമയത്ത്. വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇതിന് ആദ്യം കൊടുത്ത മറുപടി. പിന്നാലെ അദ്ദേഹം പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. CMO കേരളം എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലഭ്യമാക്കി തരണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് ഈ UDF സർക്കാർ ഭരണത്തിൽ വന്ന ഉടനെ തന്നെ തൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തിരുന്നു. 2 മാസമായിട്ടും ഇതുവരെ അത് ശരിയാക്കി തന്നിട്ടില്ല. ഈ കാലത്തിനിടയ്ക്ക് അത്തരമൊരു കത്ത് മാത്രമേ തൻ്റെ ഓഫീസിൽ നിന്നും മെറ്റയ്ക്ക് പോയിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി. ഒപ്പം തന്നെ തനിക്കെതിരായിട്ടുള്ള വാർത്ത മാത്രമല്ല, തനിക്ക് അനുകൂലമായ വാർത്തകളും ഈ ദിവസങ്ങളിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ വിഷയത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ പരാതി കൊടുത്താൽ അതിനെ പിന്തുണച്ച് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി നൽകുന്നു. അതായത് ഏതൊക്കെ ചാനലുകളുടെ വാർത്തകളാണോ നീക്കം ചെയ്യപ്പെട്ടത് ആ ചാനലുകൾ പരാതിയുമായിട്ട് രംഗത്തെത്തിയാൽ, മെറ്റയ്ക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ ആ പരാതിയെ പിന്തുണച്ചുകൊണ്ട് സർക്കാരും ഒപ്പമുണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മെറ്റ മേധാവി മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരമുള്ള ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് തെലങ്കാനയിലെയും ഹിമാചൽ പ്രദേശിലെയും ഒക്കെ മുഖ്യമന്ത്രിമാരുടെ വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കൂടാതെ തനിക്കെതിരായ വാർത്തകൾ പുനഃസ്ഥാപിക്കണമെന്നും തന്നെ വിമർശിക്കുന്ന വാർത്തകൾ ഇനി നീക്കം ചെയ്യരുതെന്നും ആവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്ത് നൽകാനും തയ്യാറാണെന്ന് സതീശൻ ഇന്ന് ഈ വിശദീകരണത്തിനിടയിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത് വന്ന വിഷയം വന്ദേമാതരം ആലാപനം സംബന്ധിച്ച ചീഫ് സെക്രട്ടറിയുടെ വിവാദ സർക്കുലറിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. അതിൽ വന്ദേമാതര ആലാപനത്തിൽ സർക്കാരിൻ്റെ നിലപാട് 15-ാം തീയതി, അതായത് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ കണ്ടോളൂ എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തുമെന്ന് തോന്നിപ്പിച്ച് ചർച്ച ചെയ്ത വിവാദങ്ങളിലെല്ലാം വളരെ ശാന്തനായിരുന്നു മറുപടി പറയുന്ന സതീശനെയാണ് ഇന്ന് കണ്ടത്. ഒരുപക്ഷെ തൻ്റെ പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ പ്രകടിപ്പിക്കാറുള്ള ദേശീയ പ്രകടനങ്ങളോ പൊട്ടിത്തെറികളോ ഒന്നും ഇന്ന് കണ്ടില്ല. ദേശാഭിമാനിയെയും കൈരളിയെയും പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനവും കളിയാക്കലും
ഇന്ന് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ മൊത്തത്തിൽ മാറ്റം വന്ന ഒരു മുഖ്യമന്ത്രി സതീശനെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്.